ഡിവൈൻ ഇൻസൈറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് നേരിട്ട് പോകാവുന്നതാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് മറ്റാർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇത് വാട്സപ്പ് വഴിയായോ മെസ്സഞ്ചർ മുഖേനയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർച്ചയായി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് തൊടുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെയാകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. നമുക്ക് സന്ദേശത്തിലേക്ക് കിടക്കാം. യെശയ്യാപ്രവചനം 58-ാം അധ്യായം ഇതിന്റെ 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. യെശയ്യാപ്രവചനം 58-ാം അധ്യായം ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങളുടെയും വാഗ്ദത്തങ്ങളുടെയും ഒരു അധ്യായമാണ്. 40 മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങൾ പ്രവാസാനന്തരം മടങ്ങി വരുന്ന യഹൂദ ജനത്തിനു വേണ്ടി ആ പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പേ തന്റെ പ്രവാചകൻ കൂടി ദൈവം അരുൾ ചെയ്ത വചനങ്ങളാണ്. 40-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും എന്നുള്ളതായ വചനങ്ങളോട് കൂടിയാണ്. നാം പലപ്പോഴും അനുഗ്രഹ വചനങ്ങളായ വാഗ്ദത്ത വചനങ്ങളായി എടുക്കുന്ന വാക്യങ്ങൾ പലതും ഈ മേൽപ്പറയപ്പെട്ടതായ അധ്യായങ്ങളിൽ നിന്നാണ്. 40, 41, 42, 43, 44, 45, 58, 54 മുതലായ അധ്യായങ്ങളിലാണ് നാം ആ വാക്യങ്ങൾ എടുക്കാറുള്ളത്. 58-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ ദൈവം തന്റെ ജനത്തോട് ഉപവാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണോ നിങ്ങൾ ഉപവസിക്കേണ്ടത് എന്ന് പ്രാരംഭം പറഞ്ഞിട്ട് പിന്നീട് ദൈവം അവരോട് പറയുന്നു, ഇങ്ങനെയല്ലയോ ഉപവസിക്കേണ്ടത്, ഇതല്ലയോ ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ദൈവം അവരോട് പറയുന്നത്, ഉപവാസം എന്ന് പറയുന്നത് അതൊരു അഭിനയമല്ല, മറ്റാരെയും കാണിക്കുവാനുള്ള ബാഹ്യമായ കുറച്ച് ആചാരങ്ങളല്ല, ചില അനുഷ്ഠാനങ്ങളല്ല, അതൊരു അഭിനയമല്ല, അതൊരു പ്രോഗ്രാമല്ല, മറിച്ച് അത് ഒരു ക്രമീകരണമാണ്, അതൊരു ജീവിത ശൈലിയാണ്, ജീവിതത്തിന് സമൂലമായി വരുത്തുന്ന ഒരു മാറ്റമാണ് എന്ന് അവിടെ ദൈവം അവരോട് പറയണം. അതിനോട് ചേർന്ന് തന്നെ ദൈവം ചില അനുഗ്രഹങ്ങളും പറഞ്ഞിരിക്കുന്നു. അഥവാ ഉപവാസം എന്ന നിലയിൽ ജീവിതത്തിൽ ക്രമീകരണം വരുത്തുന്നതിന് ചില അനുഗ്രഹങ്ങളുണ്ടെന്ന് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നു. അതിലൊരു വാക്യം ഇങ്ങനെയാണ്: നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പുറകെ വരും. ക്രമീകരണം വരുത്താത്തവനും മുറിവുകൾക്ക് പുറകെ വരും. കാരണം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി കടന്നു പോയപ്പോൾ ദൈവം തന്റെ ജനത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരെല്ലാം ജീവിതത്തിൽ പൂർണ്ണമായി ക്രമീകരണം വരുത്തിയവരൊന്നുമല്ല. പുറകുറത്തവർക്കും മത്സരിച്ചവർക്കും ഒക്കെ ദൈവത്തിന് നന്മ ലഭിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, ദൈവത്തെ അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ നാം മാനിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രത്യേകമായ ചില നന്മകൾ നൽകുമെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നു, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പുറകെ വരും. മറ്റുള്ളവരെക്കാൾ പ്രത്യേകമായ ദൈവം തന്റെ വചനം അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്നു എന്നാണ് ആ വചനം വ്യക്തമാക്കുന്നത്. 1 ശമൂവേൽ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതെ, ദൈവത്തെ നാം മാനിക്കുമ്പോൾ, അവനെ നാം ആദരിക്കുമ്പോൾ, അവനെ പ്രത്യേകമായി ആദരിക്കുന്ന, അവനെ പ്രത്യേകമായി ഉയർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നാം വായിച്ച ഈ വേദഭാഗത്തിൽ യഹൂദ ജനത്തെ ഒരു തോട്ടത്തോട് ഉപമിച്ചിട്ട് ദൈവം അവരോട് പറയണം, നീ നനവുള്ള ഒരു തോട്ടം പോലെയാകും. ഒരു തോട്ടത്തിന് വളരണമെങ്കിൽ, അതിന് ഫലപുഷ്ടി ഉണ്ടാകണമെങ്കിൽ, അതിന് കായ്ഫലം ഉണ്ടാകണമെങ്കിൽ അതിന് നനവ് ആവശ്യമാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നനവ് നൽകും, ഞാൻ നിങ്ങൾക്ക് നനവിനായി നീരുറവുകളെ നൽകും. തന്റെ ജനം ഏതെങ്കിലും ആവശ്യത്തിലായിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിൽ അവർ ദുഃഖിക്കുന്നെങ്കിൽ, അവർ ദൈവത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിന് അവരോട് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും, നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഞാൻ മറുപടി തരും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകും, ഞാൻ നിങ്ങൾക്ക് വിശ്രാമം നൽകും.
യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതെ, ദൈവത്തിന് നമ്മുടെ നന്മയെക്കുറിച്ച്, നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. നാം നന്മ പ്രാപിക്കണമെന്ന്, നാം അനുഗ്രഹം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം രോഗികളെങ്കിൽ നമുക്ക് സൗഖ്യം നൽകണമെന്ന് ദൈവം താല്പര്യപ്പെടുന്നു. നാം ദാരിദ്ര്യത്തിലെങ്കിൽ നാം സമൃദ്ധി പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം സങ്കടത്തിലിരിക്കുന്നെങ്കിൽ നമുക്ക് ആശ്വാസം നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം നിരാശയിലെങ്കിൽ നമുക്ക് പ്രത്യാശ നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ബുദ്ധിമുട്ടിലെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യമൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിലെത്തോണം ക്രിസ്തുവിൽ പൂർണ്ണമായി നിവർത്തി തരുമെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ഇവിടെ ദൈവം അവിടെ നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അവൻ അടുത്ത തലത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെ അനുഗ്രഹിച്ചതിന് ശേഷം നമ്മെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ ഒരു തോട്ടമായി സങ്കല്പിച്ച് നമുക്ക് നനവ് നൽകിയതിനു ശേഷം മറ്റുള്ള തോട്ടങ്ങളെ നനയ്ക്കുവാൻ ഉപകരിക്കുന്ന ഒരു നീരുറവ എന്ന നിലയിൽ നമ്മെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാം ദൈവത്തിൽ നന്മ പ്രാപിച്ചെങ്കിൽ, അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ അത് മറ്റുള്ളവർക്ക് നാം മുഖാന്തരമായി ലഭിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നാം ഒരു തോട്ടം എന്ന നിലയിൽ ദൈവത്തിന്റെ നീരുറവിനെ ആസ്വദിച്ചെങ്കിൽ നമ്മെ ഒരു നീരുറവാക്കി അനേക തോട്ടങ്ങളെ നനയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആദാമിന് സ്വയമായി ജീവൻ പ്രാപിക്കാൻ കഴിവുണ്ടായിരുന്നു, എന്നാൽ അവന് ജീവൻ പകരുവാനുള്ള കഴിവുണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായിരുന്നു. അവന് സൗഖ്യം നൽകാൻ കഴിവുണ്ടായിരുന്നു, അവന് നിത്യജീവൻ പകരുവാൻ കഴിവുണ്ടായിരുന്നു, അവന് ആശ്വാസം പകരുവാൻ കഴിവുണ്ടായിരുന്നു. ഇതേ കഴിവ് തന്നെ വിശ്വസിക്കുന്നവർക്ക് നൽകുമെന്ന് യേശു വാഗ്ദത്തം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 39-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവിടെ തിരുവെഴുത്ത് പറയുന്ന പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളാണ്. കാരണം യേശുവിന്റെ കാലത്ത് തിരുവെഴുത്തുകൾ പഴയ നിയമങ്ങളായിരുന്നല്ലോ, പുതിയ നിയമം എഴുതപ്പെട്ടിരുന്നില്ലല്ലോ. അപ്പോൾ അത് ഏത് ഭാഗത്തു നിന്നാണ് വാക്യം എടുത്തിട്ടുള്ളത്? നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ അത് യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ യെഹെസ്കേലിനെ ദൈവം ഒരു ജീവജല നദിയിലേക്ക് ഇറക്കുന്നതായി പറയുന്നു. നരിയാണിയോളം, മുട്ടോളം, അരയോളം ഇറക്കുന്നതിന് ശേഷം നീന്തിയിട്ടല്ലാതെ കിടക്കുവാൻ കഴിയാത്ത ഒരു വലിയൊരു മഹാനദിയായി തീരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നദി ചെന്ന് ചേരുന്നിടത്തല്ല ചലിക്കുന്ന പ്രാണികളുണ്ടാകും, അവ ജീവൻ പ്രാപിക്കും. അവിടെ ധാരാളം മത്സ്യം ഉണ്ടാകും. ആ നദി ചെന്ന് ചേരുന്നിടത്തല്ല ആ വെള്ളം ബദ്ധ്യമായി തീരും. നമുക്കറിയാം ചാവുകളിൽ ഒന്നും ഉണ്ടാകുന്നില്ല, എന്നാൽ ഈ നദി ചാവുകളിൽ ചെന്ന് ചേർന്നാൽ അവിടെ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിന് തുല്യമായിട്ടാണ് യേശു വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ, യേശു വിശ്വസിക്കുന്നവർ പറയുന്ന വാക്കുകളിൽ കൂടി, അവരുടെ ശുശ്രൂഷകളിൽ കൂടി, അവരുടെ സാന്നിധ്യത്തിൽ കൂടി അനേകം ജീവൻ പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി തീരുമെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യേശു വിശ്വസിക്കുന്നവർ പറയുന്ന വാക്കുകളിൽ കൂടി, അവരുടെ ശുശ്രൂഷകളിൽ കൂടി, അവരുടെ സാന്നിധ്യത്തിൽ കൂടി അനേകം ജീവൻ പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി തീരുമെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. മറ്റുള്ളവരുടെ പ്രാർത്ഥനയോ ശുശ്രൂഷയോ നമുക്ക് ഒരു കാലത്ത് രോഗസൗഖ്യം നൽകിയെങ്കിൽ നമ്മെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് രോഗസൗഖ്യം നൽകാൻ കർത്താവിന്റെ പദ്ധതിയുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ നമുക്ക് സമാധാനം നൽകിയെങ്കിൽ നമ്മുടെ വാക്കുകളാൽ മറ്റുള്ളവരെ സമാധാനിപ്പിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രാപിക്കാൻ ദാഹവും കൊടുക്കുവാൻ വിശ്വാസവും അതിനുള്ള സമർപ്പണവും ഉണ്ടെങ്കിൽ നിന്നെ നനവുള്ള ഒരു തോട്ടമായി മാറ്റി അതിനപ്പുറമായ ഒരു തലത്തിലേക്ക്, വെള്ളം പറ്റിപ്പോകാത്ത ഒരു നീരുറങ്ങുന്ന തലത്തിലേക്ക് നിന്നെ മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പരിഹാരം ലഭിക്കുമെന്ന് മാത്രമല്ല, നമ്മെ ഉപയോഗിച്ച് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും നമ്മെ ഉപയോഗിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ദൈവത്തിന്റെ ഈ വാഗ്ദത്തം.
അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുകയും അവനെ അനുഗ്രഹത്തിന്റെ കാരണമാക്കി തീർക്കുകയും ചെയ്തു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാക്കി തീരും. അപ്രകാരം തന്നെ നമ്മയും അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന്റെ മുഖാന്തരങ്ങളാക്കി തീർക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ, അതിന് പരിഹാരം ആഗ്രഹിക്കുന്നെങ്കിൽ, തിരുവചനാടിസ്ഥാനത്തിൽ എനിക്ക് ധൈര്യമായി നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, നിങ്ങൾക്ക് ജീവൻ ലഭിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹം ശമിക്കും. അതിനപ്പുറമായി തിരുവചനാടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ നിങ്ങളെയും എന്നെയും കുറിച്ച് നമ്മുടെ കർത്താവിന് പദ്ധതിയുണ്ട്. മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരങ്ങളാക്കി തീർക്കണമെന്ന് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നമ്മിൽ നിറവേറുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നനവുള്ള ഒരു തോട്ടത്തിന് സമമായി, വെള്ളം പറ്റിപ്പോവാത്ത ഒരു നീരൊഴുകിന് സമമായി നമുക്കെല്ലാവർക്കും ആയിത്തീരാം. അതിനുള്ള ഒരുക്കത്തോടെ, താല്പര്യത്തോടെ, ദാഹത്തോടെ, സന്നദ്ധതയോടെ ഈ ദിവസങ്ങൾ നമുക്ക് ദൈവസേനയിൽ ആയിരിക്കാം. അതിനായി ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.